കനത്ത തോൽവിയുടെ കാരണം കണ്ടെത്താൻ CPM തയ്യാറാക്കിയ ചോദ്യാവലിയിൽ പക്ഷേ നേതാക്കൾക്ക് പൂർണ്ണ സംരക്ഷണമാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പാർട്ടി അംഗങ്ങൾ മറുപടി നൽകേണ്ട 34 ചോദ്യങ്ങളിൽ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനത്തെക്കുറിച്ച് പരാമർശമേയില്ല. തൽക്കാലം ഇത്രയും മതി. അപ്രതീക്ഷിത പരാജയത്തിന്റെ കാരണം തേടിയ CPM നേതൃത്വം അണികളോട് പറഞ്ഞത് നിർഭയം നിങ്ങൾക്ക് അഭിപ്രായം പറയാമെന്നായിരുന്നു. നടക്കണ കാര്യം വല്ല പറടാ. എന്നാൽ പരാജയ കാരണം തേടുന്ന ചോദ്യാവലിയിൽ നേതൃത്വ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒന്നുമില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഏരിയ തലത്തിലും ലോക്കൽ കമ്മിറ്റിയിലും വന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പറയേണ്ടത്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. മന്ത്രിമാരും സംസ്ഥാന നേതാക്കളുടെ ധാർഷ്ട്യവുമൊക്കെ പരാജയ കാരണമായെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ വിമർശിക്കുമ്പോഴാണ് ഇവരെക്കുറിച്ചൊന്നും പറയാതെ ചോദ്യാവലി തയ്യാറായത്. 20ാമത്തെ ചോദ്യം, പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ ഏരിയ തലത്തിൽ എന്തു ചെയ്തുവെന്നാണ്. എന്നാൽ സംസ്ഥാന നേതാക്കൾ പാർട്ടി വിട്ടവരെ കുറിച്ച് നടത്തി ഇത്തരം പരാമർശങ്ങൾ തിരിച്ചടിയായോ എന്ന ചോദ്യമില്ല. ഇതൊക്കെ എന്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഞാൻ എന്താ എടുക്കാന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവും ഇല്ല. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്നറിയില്ല. ചങ്ങലിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. അല്ല, അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ആഗ്രഹിച്ചുകൊണ്ടൊന്നും കൺസ്പോട്ട് വരില്ല. നടക്കണ കാര്യം വല്ല പറടാ. ചുരുക്കത്തിൽ പരാജയത്തിന് കാരണം നേതാക്കളല്ല, മറിച്ച് ഏരിയ ലോക്കൽ തലങ്ങളിലെ വീഴ്ചകളാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ ചോദ്യാവലി. ഭരണത്തിന്റെ സ്വാദ് ജനങ്ങൾ അറിയണമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും പറയുമായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സ്വാദ് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ മന്ത്രിമാരുടെയും നേതാക്കളുടെയും എല്ലാം ധാർഷ്ട്യം അവർ അറിഞ്ഞിരുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.